Hi students, welcome to a new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ, ലീസ് ഫിനാൻസിങ്, ഹൈബ്രിഡ് ഫിനാൻസിങ്, ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ്, പ്രൈവറ്റ് ഇക്വിറ്റി, വാറൻസ്, കൺവേർട്ടബിൾ ആൻഡ് സോ ഓൺ. ഇത്രയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സോഴ്സുകൾ എന്ന് പറയുന്നത്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ലീസ് ഫിനാൻസിങ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ട് എൻ്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിന്റുകൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കുക. ലീസിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോൺട്രാക്റ്റ് ആണ്. ആര് തമ്മിലുള്ളതാ? ബിറ്റ്വീൻ ദ ഓണർ ഓഫ് ദ അസറ്റ് ആൻഡ് ദ യൂസർ ഓഫ് ദ അസറ്റ്. ഒരു വ്യക്തി ഏതെങ്കിലും ഒരു അസറ്റ് സ്വന്തമായി വാങ്ങുകയും വാങ്ങിയതിന് ശേഷം അവർ വേറൊരാൾക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യാം. ഇതിനെയാണ് ലീസിങ് എന്ന് പറയുന്നത്. ഇവിടെ ആ ഓണർ എന്ന് പറയുന്ന ആളെന്താ ചെയ്യുന്നത്? അസറ്റ് ഗിവ്സ് ഇറ്റ് ടു ദ യൂസർ ഫോർ എ കൺസിഡറേഷൻ. അസറ്റ് വാങ്ങുന്നത് വേറൊരു വ്യക്തിയാണെങ്കിലും അത് ഉപയോഗിക്കുന്നത് വേറൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ അവർക്ക് ഒരു കൺസിഡറേഷൻ്റെ ബേസിസിൽ, അതായത് ചെറിയ തുക അതിന് വേണ്ടിയിട്ട് വാങ്ങിയതിന് ശേഷം അവർക്ക് യൂസ് ചെയ്യാനുള്ള റൈറ്റ് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒറിജിനൽ ഓണറിനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ലെസ്സർ എന്ന് പറയാം. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം. ലെസ്സർ എന്നാണ് പറയുന്നത്. ആൻഡ് ദ യൂസർ ഓഫ് ദ അസറ്റ്, ആരാണോ ഈ അസറ്റ് യൂസ് ചെയ്യുന്നത് അയാളെ നമ്മൾ പറയുന്നതാണ് ലെസ്സി എന്ന് പറയുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്നതും ആരായിരിക്കാം? ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ആയിരിക്കാം. അപ്പോൾ ഈ ഒരു അസറ്റ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലെസ്സി എന്ത് ചെയ്യണം? ഒരു കൺസിഡറേഷൻ ലെസ്സർക്ക് കൊടുക്കണം. ഈ കൺസിഡറേഷൻ എന്ത് പറയുന്നത്? ലീസ് റെൻ്റൽ എന്ന് പറയുന്നത്. നമ്മൾ വാടക കൊടുക്കുക എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഒരു കൺസിഡറേഷനാണ് അവിടെ കൊടുക്കുന്നത്. ഈ ഒരു ലീസ് റെൻ്റൽ എന്ന് പറയുന്ന പീരിയോഡിക്കലായിട്ട് കൃത്യമായിട്ട് ഇപ്പോൾ എല്ലാ മാസവും എല്ലാ വർഷവും അങ്ങനെ എന്താണോ അവർ തമ്മിലുള്ള എഗ്രിമെൻ്റ് വെച്ചാൽ കൃത്യമായിട്ട് ആ കൺസിഡറേഷൻ അവിടെ കൊടുക്കണം. ആ ഒരു കാലയളവ് വരെ ആ വ്യക്തിക്ക് ആ അസറ്റ് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ലീസ് റെൻറ്റും കൊടുക്കുക. കൃത്യമായിട്ട് ഡെഫിനിറ്റ് പീരീഡ് ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? ലീസിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് രണ്ട് വ്യക്തികൾ അവ തമ്മിലുള്ള കോൺട്രാക്റ്റ്, ഒരാൾ ഓണറായിരിക്കും, മറ്റയാൾ യൂസറായിരിക്കും. അത് യൂസ് ചെയ്യുന്നതിന് കൺസിഡറേഷനായിട്ട് റെൻ്റൽ കൊടുക്കുന്നുണ്ടാവും, ലീസ് റെൻറ്റ് കൊടുക്കുന്നുണ്ടാവും. ഈ ഒരു പ്രോസസ്സാണ് അവിടെ വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു കാര്യം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹെവി ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ മെഷീനറിയിൽ ചെയ്യാനൊന്നും സാധ്യതയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അസറ്റിലൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മളൊരു 15-20 ലക്ഷം രൂപ വരുന്ന ഒരു അസറ്റ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതിനെക്കാട്ടിലും അത് ലീസിനെടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഒറിജിനലി ഒരു അസറ്റ് അക്വയർ ചെയ്യുന്നതിന് പകരമായിട്ട് ബിസിനസ് എൻ്റർപ്രൈസ് എന്ത് ചെയ്യും? ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയുമായിട്ട് അഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. അവിടെ ലീസിങ് കമ്പനി, അതായത് ലെസ്സർ പർച്ചേസസ് ദ അസറ്റ് റിക്വയർഡ് ബൈ ദ ബിസിനസ് എൻ്റർപ്രൈസസ്. ബിസിനസ്സിന് വേണ്ടതായിട്ടുള്ള അസറ്റ് പർച്ചേസ് ചെയ്യും. അതിനുശേഷം ആ അസറ്റിന് എന്ത് ചെയ്യും? ലോങ് ടേം ബേസിസിൽ ബിസിനസ് ചെയ്യാനുള്ളവർക്ക് ലെസ്സിക്ക് കൊടുക്കും. ഈ ലെസ്സറിൻ്റെ അടുത്ത കയ്യിലായിരിക്കും എപ്പോഴും ഈ അസറ്റിൻ്റെ ഓണർഷിപ്പും അധികാരവും ടൈറ്റിലും ഒക്കെ ഉണ്ടായിരിക്കും. ലെസ്സറുടെ കയ്യിൽ തന്നെ, ഓണറിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. ജസ്റ്റ് ആ പറഞ്ഞ കാലാവധി വരെ അവരത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് തന്നെ അത് വിൽക്കാവുന്നതാണ്. ആ ലീസ് പീരീഡ് കഴിയുമ്പോൾ ആ യൂസ് ചെയ്ത ആളുകൾക്ക് തന്നെ അവർ വിൽക്കാറുണ്ട്. ദസ് അണ്ടർ ലീസ് ഫിനാൻസിങ് നോ ഇനീഷ്യൽ ഫണ്ട്സ് ആർ റിക്വയർഡ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനീഷ്യൽ എമൗണ്ട് ഒന്നും കൊടുക്കണ്ട, പക്ഷേ ലെസ്സിക്ക് എപ്പോഴും ഒരു റെഗുലർ ലീസ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി ആ ഒരു ലീസിൻ്റെ കാലയളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് റിന്യൂ ചെയ്യാം, വീണ്ടും പുതുക്കാം. ലെസ്സർ ടേക്സ് ദ പൊസിഷൻ ഓഫ് ദ അസറ്റ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് എക്സിസ്റ്റിംഗ് ലീസ് പീരീഡ്. എത്ര വർഷത്തേക്കാണോ ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്കത് പുതുക്കാം, അതല്ലെങ്കിൽ ലെസ്സർക്ക് തന്നെ അവരുടെ അസറ്റ് തിരിച്ച് എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് ലീസിങ്ങിൻ്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ലീസിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഒന്ന്, ലീസ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റ് ആണ്. ഈ കോൺട്രാക്റ്റിൽ കൃത്യമായിട്ട് എത്ര വർഷത്തേക്കാണ് ആ പീരീഡ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പാർട്ടീസ് പറയുന്നത് രണ്ട് പേരാണ്, ലെസ്സറും ലെസ്സിയാണ്. അസറ്റ് ആർ ബ്രോട്ട് ബൈ ലെസ്സർ. ആരാണ് വാങ്ങിക്കുന്നത്? ലെസ്സർ വാങ്ങുകയും ലെസ്സിയുടെ റിക്വസ്റ്റ് പ്രകാരം ലെസ്സർ വാങ്ങുകയാണ് ചെയ്യുന്നത്. വാങ്ങിയതിന് ശേഷമാണ് ഇവർക്ക് ലീസിന് കൊടുക്കുന്നത്. ലെസ്സി യൂസസ് ദ അസറ്റ് ഉപയോഗിക്കുന്ന ആരാ? ലെസ്സിയാണ്. ലെസ്സി പേയ്സ് ദ ലീസ് റെൻ്റൽ ടു ദ ലെസ്സർ. ഉപയോഗിക്കുന്നത് മൂലം തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലീസ് റെൻ്റിൽ ലെസ്സർക്ക് കൊടുക്കുന്നുമുണ്ട്. ഇതാണ് ലീസ് ഫിനാൻസിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനൊരു ലീസ് ഫിനാൻസ് സിസ്റ്റം ആവശ്യമുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചോളം. കീൻനെസ് ഓഫ് സം കമ്പനീസ് ടു ബിൽഡ് അപ്പ് ഇൻവെൻട്രീസ് വിച്ച് നെസസിറ്റേറ്റ് മോർ ഇൻവെസ്റ്റബിൾ ഫണ്ട്സ്.
ഇങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് ഒരു അസറ്റ് വാങ്ങാൻ സാധിക്കാത്ത സിറ്റുവേഷനിൽ ഇത്തരത്തിലൊരു കാര്യങ്ങൾ നമുക്ക് വലിയൊരു അനുഗ്രഹമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു എമൗണ്ട് ചിലപ്പോൾ തുച്ഛം വിലയ്ക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ തരത്തിൽ യൂസ് ചെയ്യുകയും അതിനുവേണ്ടി മാറ്റിവെച്ച പണം വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് യൂട്ടിലൈസ് ചെയ്യാനൊക്കെ സാധിക്കുകയാണ് ചെയ്യുന്നത്. ഡിസയർ ഓഫ് ദ കമ്പനീസ് ടു ക്യാപ്ചർ മേജർ മാർക്കറ്റ് ഷെയർ. അതേപോലെ തന്നെ മാർക്കറ്റിലെ ഭൂരിഭാഗവും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാം. പിന്നെ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ടെക്നോളജി ചേഞ്ച് ആവുന്നതനുസരിച്ചിട്ട്. പുതിയ ടെക്നിക്സും അഡ്വാൻസ്ഡ് ടെക്നോളജിയും ഒക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. പുതിയ മോഡേണൈസ്ഡ് ആയിട്ടുള്ള പ്ലാന്റും പ്രൊഡക്ഷൻ പ്രോസസ്സും ഒക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഇൻക്രീസിങ് ടെൻഡൻസി ഓഫ് ബിസിനസ് എൻ്റർപ്രൈസസ് ഫോർ എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനും ഡൈവേഴ്സിഫൈ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ടെൻഡൻസി നമുക്ക് ഇതുവഴി കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. പോയിന്റിൽ പറയുന്നത് അവൈലിംഗ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ഓഫ് നാഷണൽ റിസോഴ്സസ്. നമ്മുടെ ഓരോ രാജ്യത്തുള്ള നാഷണൽ റിസോഴ്സുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമുക്കിതിലൂടെ ലഭ്യമാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുവഴി എംപ്ലോയ്മെൻറ്റും പ്രൊഡക്ഷനും പുതിയ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫോംസ് ഓഫ് ലീസ്. ലീസ് എത്ര തരത്തിലുണ്ട് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ലീസ് എന്ന് പറയുന്നുണ്ട്. ദർ ആർ 2 കാറ്റഗറീസ്. 2 കാറ്റഗറീസ് ആയിട്ടാണ് ലീസ് വരുന്നത്. ഫിനാൻഷ്യൽ ലീസും ഉണ്ട്, ഓപ്പറേറ്റിംഗ് ലീസും ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ലീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലെസ്സർ പർച്ചേസസ് ദ അസറ്റ് റിക്വയർഡ് ബൈ ദ അസസി ആൻഡ് ലീസസ് ഇറ്റ് ഔട്ട് ടു ദ ലെസ്സി. ഇവിടെ ചെയ്യുന്നത് എന്താണ്? 2 പാർട്ടീസ് ഉണ്ടായിരിക്കും. ലെസ്സിയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ലെസ്സർ അസറ്റ് പർച്ചേസ് ചെയ്യുകയും അതിനുശേഷം അവർക്ക് ലീസിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അസറ്റ് ഈസ് ലീസ്ഡ് ഔട്ട് ഫോർ ദ എൻറ്റയർ എക്കണോമിക് ലൈഫ്. എത്ര വർഷത്തേക്കാണോ അതിൻ്റെ ഉപയോഗം ഉള്ളത് ആ വർഷക്കാലം മൊത്തത്തിലും ആർക്ക് യൂസ് ചെയ്യാം? അത് ലെസ്സിക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ലീസ് എപ്പോഴും ഒരു ലോങ് ഡ്യൂറേഷനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഫിനാൻഷ്യൽ ലീസ് ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് നോൺ ക്യാൻസലബിൾ ആണ്. ഇറ്റ് കനോട്ട് ബി സബ്ലീസ്ഡ് ടു അതർ പാർട്ടീസ്. സബ്ലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ലീസിന് എടുത്തിരിക്കുന്ന ഒരു അസറ്റിനെ വീണ്ടും നമ്മൾക്ക് വേണമെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കാം. പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം ഫിനാൻഷ്യൽ ലീസിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ഫിനാൻഷ്യൽ ലീസിൽ ലെസ്സി ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻ്റനൻസ്, റിപ്പയറിംഗ്, ടാക്സസ് ആൻഡ് ഇൻഷുറൻസ്. ഒരു അസറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി തന്നെ അസറ്റിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ റിപ്പയർ ചെയ്യുക, അതിൻ്റെ ടാക്സ് അടയ്ക്കുക, ഇൻഷുറൻസ് അടയ്ക്കുക, അതിൻ്റെ മെയിൻ്റനൻസ് വേണ്ടതായ ചെലവുകൾ ചെയ്യുക, അതെല്ലാം ലെസ്സിയുടെ ഉത്തരവാദിത്തമായിരിക്കും. ഹി ഹാസ് ടു ബെയർ ഓൾ ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ അസറ്റ്. ആ അസറ്റുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം റിസ്കുകളുണ്ടോ അതെല്ലാം ബെയർ ചെയ്യേണ്ട ഉത്തരവാദിത്വവും ലെസ്സിയുടെ ആയിരിക്കും. ജനറലി ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ദ ലീസ് പീരീഡ്. സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ 20 വർഷത്തേക്ക് 10 വർഷത്തേക്കൊക്കെയാണ് ഈ ഒരു അസറ്റ് അവർക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുന്നതെങ്കിൽ ആ ലീസ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് വേണമെങ്കിൽ ലെസ്സിക്ക് തന്നെ ഒരു അഗ്രീഡ് പ്രൈസിൽ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സംടൈംസ് ആൻ ഓപ്ഷൻ മേ ബി ഗിവൺ ടു ദ ലെസ്സി ഫോർ റിന്യൂയിങ് ദ ലീസ് ഫോർ ഫർദർ പീരീഡ് അറ്റ് എ നോമിനൽ റെൻറ്റ്. അതുമല്ലെങ്കിൽ അതിൻ്റെ ആ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ വീണ്ടും ഒരു നോമിനൽ റെൻറ്റ് എത്രയാണോ എന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു അഗ്രിമെൻറ്റിനെ റിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഫിനാൻഷ്യൽ ലീസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ലീസ്. ഫിനാൻഷ്യൽ ലീസ് തന്നെ ഇനിയും 3 തരത്തിൽ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് ലീസാണ്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസാണ്. മൂന്നാമത്തത് ലിവറേജ്ഡ് ലീസാണ് വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ഡയറക്റ്റ് ലീസ് എന്ന് പറയുന്നത്. അണ്ടർ ദിസ് അറേഞ്ച്മെന്റ് ദ മാനുഫാക്ചർ ഓഫ് ദ അസറ്റ് ഓർ ഫിനാൻസ് ഫേംസ് ഓർ ലീസിംഗ് ഫേം ലീസസ് ദ അസറ്റ് ഡയറക്ട്ലി ടു ലെസ്സി. ഈ ഒരു പേര് പോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ലെസ്സിക്ക് അവർ എന്ത് ചെയ്യണം? ലീസിന് കൊടുക്കുകയാണ്. വെൻ ലെസ്സർ ഈസ് അതർ ദാൻ ദ മാനുഫാക്ചർ സെൽസ് ദ അസറ്റ് ടു ദ ലെസ്സർ ഹു ഈസ് ഇൻ ടേൺ ലീസസ് ഇറ്റ് ടു ലെസ്സി. ചിലപ്പം മാനുഫാക്ചർ ചെയ്ത ആള് അവർ വേറൊരാൾക്ക് കൊടുത്തിട്ട് ആ ലെസ്സർ ആയിരിക്കാം ലെസ്സിക്ക് കൊടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് തന്നെ ഡയറക്റ്റ് തന്നെ ലെസ്സിക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റ് ആണെങ്കിൽ അതിനാണ് ഡയറക്റ്റ് ലീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് എന്ന് പറയുന്നത്. ആ പേരും തന്നെ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നു, പിന്നെ ലീസ് ബാക്ക് ലീസ്, വീണ്ടും നമ്മളത് ലീസിന് എടുക്കുന്നു.
ഈ ഒരു അറേഞ്ച്മെന്റ് പ്രകാരം എ ഫേം സെൽസ് ആൻ അസറ്റ് ടു അനദർ പാർട്ടി അറ്റ് മാർക്കറ്റ് വാല്യൂ ആൻഡ് ദിസ് പാർട്ടി ലീസസ് ഇറ്റ് ബാക്ക് ടു ദ ഫേം. ഈ ഒരു അഗ്രിമെന്റ് പ്രകാരം ഒരു ഫേം അസറ്റ് സെല്ല് ചെയ്യണം, ഒരു വ്യക്തിക്ക് അസറ്റ് സെല്ല് ചെയ്യുകയും മാർക്കറ്റ് വാല്യൂവിന് സെല്ല് ചെയ്യുകയും എന്നതിന് ശേഷം ഈ ലെസ്സർ എന്ത് ചെയ്യും, അതിനെ ലീസ് ചെയ്യും, തിരിച്ച് ആ ലീസസ് ഇറ്റ് ബാക്ക് ടു ദ ഫേം, ഫേമിന് തന്നെ ലീസിന് കൊടുക്കുകയും ചെയ്യുന്നു. ദെൻ ദ ഫേം കോൺട്രാക്ട്സ് ടു മേക്ക് പീരിയോഡിക് ലീസ് പേയ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ആ ഒരു ഫേം ആയിരിക്കും പീരിയോഡിക്കലി ആ ഒരു പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരിക. ലെസ്സി റീറ്റെയിൻ ദ റൈറ്റ് ടു യൂസ് ദ അസറ്റ്. അപ്പോൾ ലെസ്സിക്ക് ഇവിടെ എന്താണ്, ആ ഒരു അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫേം എന്താണോ അവർ അഗ്രി ചെയ്തിരിക്കുന്ന റെൻറ്റ് അത് അവർ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഈ സെല്ലർക്ക് എന്ത് കിട്ടും, ഗെറ്റ്സ് ക്യാഷ് ഫ്രം ദ സെയിൽ ഓഫ് അസറ്റ്. ആ ഒരു അസറ്റ് സെയിൽ ചെയ്യുക വഴി അവർക്ക് ക്യാഷ് റിസീവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലീസ് ബാക്ക് അറേഞ്ച്മെൻറ്റ് സാധാരണഗതിയിൽ ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനികൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻസ് കമ്പനീസ് ആൻഡ് നൗഡേയ്സ് ഇൻഡിപെൻഡൻറ്റ് ലീസിങ് കമ്പനീസ്. ഇത്രയും ആളുകളാണ് ഈ ഒരു മെത്തേഡിലുള്ള ലീസിങ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ലീസാണ് ലിവറേജ്ഡ് ലീസ് എന്ന് പറയുന്നത്. ലിവറേജ്ഡ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ടു അക്വയർ ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് റിക്വയറിങ് ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ആവശ്യമുള്ളതായിട്ടുള്ള ബിസിനസ്സുകളിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലിവറേജ്ഡ് ലീസ് എന്ന് പറയുന്നത്. ഇവിടെയും ഇതൊരു അറേഞ്ച്മെൻ്റ് ആണ് അണ്ടർ വിച്ച് ദ ലെസർ ബോറോസ് ഫണ്ട്സ് ഫ്രം എ ബാങ്ക്. ആദ്യം ചെയ്യുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് ആവശ്യമുള്ള അസറ്റ് പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓർ ഫിനാൻസ് കമ്പനി ആൻഡ് ബൈസ് അസറ്റ്. ഏതെങ്കിലും ഒരു ഫിനാൻസ് കമ്പനിയിൽ നിന്നോ ബാങ്കിൽ നിന്നോ കടം വാങ്ങിയതിന് ശേഷം ഈ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുകയും പർച്ചേസ് ചെയ്തതിന് ശേഷം അത് ലീസിന് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ലീസിന് കൊടുക്കുന്നത് വഴി അവർക്ക് ലീസ് റെൻറ്റ് കിട്ടിയിട്ട് ഈ റെൻ്റാണ് അവർ ആ ലോൺ റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. യൂഷ്വലി ദ ലോൺ ഈസ് സെക്യൂർഡ് ബൈ ദ മോർഗേജ് ഓഫ് ദ അസറ്റ്. സാധാരണഗതിയിൽ ഈ ഒരു ലോൺ എപ്പോഴും ഒരു അസറ്റും കൂടി ബാങ്കിൽ മോർഗേജ് ചെയ്യുമ്പോൾ, പണയം വെക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ലോൺ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ ദർ ആർ 3 പാർട്ടീസ് ഇൻവോൾവ്. അതിൽ ലെസ്സി ഉണ്ടായിരിക്കും, ലെസർ ഉണ്ടായിരിക്കും ആൻഡ് ദ ബാങ്കർ. ലെൻഡ് ചെയ്യുന്ന ആൾ ആരാണോ അവരും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ 3 പാർട്ടീസാണ് ഈ ഒരു അഗ്രിമെൻറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ആയിട്ടുള്ള ലീസിംഗ് ആണ് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് ലീസിൽ പ്രധാനമായിട്ടും ടു ഹയറിംഗ് ഓഫ് ആൻ എക്യുപ്മെൻറ്റ് ഫോർ എ പീരീഡ് ഓഫ് 3 to 5 ഇയേഴ്സ്. ഏകദേശം 3 മുതൽ 5 വർഷക്കാലത്തേക്ക് മാത്രമായിരിക്കും ഒരു എക്യുപ്മെൻറ്റ് ഹയർ ചെയ്യുന്നുണ്ടാവുക. ദിസ് ടൈപ്പ് ഓഫ് ലീസ് ഇസ് വെരി പോപ്പുലർ ഫോർ ഓഫീസ് എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലീസിങ് വളരെ പോപ്പുലർ ആയിരിക്കുന്നത് ഓഫീസ് എക്യുപ്മെൻറ്റ്സ് കൊടുക്കുന്നതിലോ വെഹിക്കിൾസ്, അവരൊക്കെയാണ് ഇത്തരത്തിലുള്ള ലീസിങ് അവിടെ യൂസ് ചെയ്യുന്നത്. വിച്ച് ഹാവ് എ ഷോർട്ട് ലൈഫ് സ്പാൻ. മാക്സിമം ഒരു 5 ഇയേഴ്സ് വരെയാണ് ഇത്തരത്തിലുള്ള ലീസിങ് നടക്കുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ലീസ് ജനറലി ദ ലെസർ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റനൻസ് ആൻഡ് അതർ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ അസറ്റ്. ഫിനാൻഷ്യൽ ലീസിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള റിസ്ക്കും മെയിൻ്റനൻസും എല്ലാം ചെയ്യുന്നത് ലെസ്സി ആണെങ്കിൽ, ഓപ്പറേറ്റിംഗ് ലീസിൽ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലെസർ തന്നെയാണ്. ലെസർ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റനൻസ് ആൻഡ് അതർ റിക്വയർമെൻറ്റ് ഓഫ് ദ അസറ്റ്. ജനറലി ദ ലീസ് പീരീഡ് ഈസ് ലെസ് ദാൻ ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ അസറ്റ്. ഓരോ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും അത് എത്ര വർഷത്തേക്കാണെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കാലയളവ്, യൂസ്ഫുൾ ലൈഫ് എത്രയാണെന്നുള്ളത്. നോർമലി ഈ ഒരു ലീസ് പീരീഡ് എപ്പോഴും ഈ വർഷത്തിന് താഴെയായിരിക്കും ഉണ്ടായിരിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 വർഷം എക്കണോമിക് ലൈഫുള്ള ഒരു അസറ്റ് ആണെങ്കിൽ ഒരിക്കലും ആ ഒരു 10 ഇയേഴ്സ് വരേക്ക് ഓപ്പറേറ്റിംഗ് ലീസ് കണ്ടിന്യൂ ചെയ്യില്ല. പകരം അതിനേക്കാൾ കുറഞ്ഞൊരു വർഷത്തേക്ക്, ദാറ്റ് മീൻസ് ഒരു 6-7 വർഷം വരേക്ക് മാത്രമാണ് നമുക്കപ്പോൾ അവിടെ കിട്ടുള്ളൂ. മാക്സിമം 5 ഇയേഴ്സ് വരെയാണ് അതിൻ്റെ കാലയളവ് ഓപ്പറേറ്റിംഗ് ലീസിൽ പറയുന്നത്. One of the important features of operating lease is that the lessor has higher risk and the lessee has higher rental to repay. ഇതിൽ 2 പേർക്കും വളരെ ഹൈ ലെവലിലായിരിക്കും. ലെസർക്ക് ഹൈ റിസ്ക് ഉണ്ടായിരിക്കും, ലെസ്സിയെ സംബന്ധിച്ചോളം അത് ഹൈ റെൻ്റ് ആയിരിക്കും പേ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഹൈ റെൻ്റ് പേ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനെ പറഞ്ഞ വേറൊരു പേരാണ് സർവീസ് ലീസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി ഓപ്പറേറ്റിംഗ് ലീസ് സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട് വീണ്ടും 2 തരത്തിൽ, വെറ്റ് ലീസും ഡ്രൈ ലീസും. വെറ്റ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് ലീസ് അലോങ് വിത്ത് ദ അസറ്റ് ദ ലെസർ പ്രൊവൈഡ് മിനിമം ഓപ്പറേറ്റിംഗ് സർവീസസ് ഇൻക്ലൂഡിംഗ് ഓപ്പറേറ്റിംഗ് പേഴ്സണൽ, മെയിൻ്റനൻസ് സർവീസസ് ആൻഡ് ഇൻഷുറൻസ്.
വെറ്റ് ലീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ലെസ്സിക്ക് ഈ ഒരു അസറ്റ് യൂസ് ചെയ്യാൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ സർവീസുകളും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ട പേഴ്സണലിനെയോ അത് മെയിൻ്റനൻസോ അതിൻ്റെ സർവീസോ ഇൻഷുറൻസോ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ ഒരു ഹെൽപ്പ് ലെസറുടെ പോർഷൻ ഉണ്ടാവുന്നുണ്ട്. ഡ്രൈ ലീസ് ആവുമ്പം അതിൽ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ് മാത്രമായിരിക്കും ലീസ് ചെയ്യുന്നുണ്ടാവുക. ഇൻഷുറൻസും ഓപ്പറേറ്റിംഗ് പേഴ്സണലും ഒന്നും ഒരിക്കലും ഇതിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ ഇതിനെയാണ് ഡ്രൈ ലീസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ലീസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ലീസ്. ദർ ആർ 5 ടൈപ്സ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ലീസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ലീസ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇത് ലോങ് ടേമിലേക്ക് വരുന്ന ലീസാണ് ഫിനാൻഷ്യൽ ലീസ്. ഓപ്പറേറ്റിംഗ് ലീസ് 3 to 5 ഇയേഴ്സ് വരെ വരുന്നത്, ദാറ്റ് ഇസ് ഷോർട്ട് ടേം ആയിരിക്കും ഓപ്പറേറ്റിംഗ് ലീസ് വരുന്നത്. നോൺ ക്യാൻസലബിൾ ആണ് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് ലീസ് ക്യാൻസലബിൾ ആണ്. ലീസ് പീരീഡ് എപ്പോഴും ഈ ഫിനാൻഷ്യൽ ലീസിൽ എക്കണോമിക് ലൈഫ് എത്രയാണോ അസറ്റിൻ്റെ പറയുന്നത് അത്രയും വർഷം വരേക്ക് ലീസ് പീരീഡ് ഉണ്ടാവാം. പക്ഷെ ഓപ്പറേറ്റിംഗ് ലീസിൽ എപ്പോഴും ലീസ് പീരീഡ് ഏതിനേക്കാൾ കുറവായിരിക്കും? അസറ്റിൻ്റെ ലൈഫിനേക്കാൾ കുറവായിരിക്കും. റിപ്പയേഴ്സും മെയിൻ്റനൻസും ഇൻഷുറൻസും ടാക്സും നോർമലി ബോണ്ട് ബൈ ദ ലെസ്സി ആയിരിക്കും അത് വഹിക്കേണ്ടത്. ദർ ആർ ബോണ്ട് ബൈ ദ ലെസർ. ഓപ്പറേറ്റിംഗ് ലീസിൽ അത് ബെയർ ചെയ്യേണ്ടത് ലെസർ ആയിരിക്കും. എപ്പോഴും അസറ്റ് ഈസ് സെലക്റ്റഡ് ബൈ ദ ലെസ്സി. ഫിനാൻഷ്യൽ ലീസിൽ അസറ്റ് സെലക്ട് ചെയ്യുന്നത് ലെസ്സി ആയിരിക്കും. ഓപ്പറേറ്റിംഗ് ലീസിൽ അസറ്റ് സെലക്ട് ചെയ്യുന്നത് ലെസറാണ്. നെക്സ്റ്റ് പോയിന്റിൽ അഡ്വാൻറ്റേജസ് ഓഫ് ലീസ് ഫിനാൻസിങ്. ലീസ് ഫിനാൻസിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റിൽ ലീസിങ് ഫെസിലിറ്റേറ്റ്സ് ദ അക്വിസിഷൻ ഓഫ് എക്യുപ്മെൻറ്റ് അക്വയർ ചെയ്യുക, പ്ലാന്റ് ആൻഡ് മെഷീനറി വിത്തൗട്ട് നെസറി ക്യാപിറ്റൽ ഔട്ട്ലേ. വേണ്ടത്ര അളവിൽ ക്യാപിറ്റൽ ഇല്ലാത്ത ബിസിനസ് ഫേംസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ലീസിങ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് യൂസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഫോർ അതർ പർപ്പസസ്. ഇങ്ങനെ നമ്മൾ ലീസിന് എടുക്കുകയാണെങ്കിൽ ആ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന തുക നമുക്ക് മറ്റുള്ള പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. റിസ്ക് ഓഫ് ഒബ്സോളസൻസ് ക്യാൻ ബി ഷിഫ്റ്റഡ് ടു ദ ലെസർ. ഈ ഒരു കേസിൽ വരുമ്പം നമുക്ക് ആ ഒരു എക്യുപ്മെൻറ്റ് ഒബ്സോളസൻസ് ആവുകയാണെങ്കിൽ അത് ലെസർക്ക് മാത്രമായിരിക്കും അതിൻ്റെ റിസ്ക് ഉണ്ടായിരിക്കുക. ഇറ്റ് ഈസ് ചീപ്പർ ദാൻ ദ ലോൺസ് ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്കിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ നമ്മളൊരു ലോൺ എടുത്തുകൊണ്ട് ഈ ഒരു അസറ്റ് സ്വന്തമായി പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ ചീപ്പറാണ് ഇത്തരത്തിൽ ഈ ഒരു ലീസിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മോർ ബെനിഫിഷ്യൽ ദാൻ പർച്ചേസിങ് അസറ്റ്. ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ ബെനിഫിഷ്യൽ ആണെന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻസ് വിതൗട്ട് ഡൈല്യൂട്ടിങ് ദ കൺട്രോൾ ഓഫ് ദ പ്രൊമോട്ടേഴ്സ്. ഇതിൽ പ്രധാനമായിട്ടും പ്രൊമോട്ടേഴ്സിൻ്റെ കൺട്രോളിനെ ഒരിക്കലും ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. ആൻഡ് സ്മോൾ ഫേംസ് cannot buy too many equipments and facilities. ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് അധികം എക്യുപ്മെൻസും ഫെസിലിറ്റീസും വാങ്ങിക്കാൻ സാധ്യമല്ല. സോ അവർക്ക് ഇതൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഓൾട്ടർനേറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് enables the lessee to acquire huge capital requirements without damaging the financial plan. ഇത്തരത്തിലൊരു സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ഫിനാൻഷ്യൽ പ്ലാനുകൾ എന്താണോ അതിന് യാതൊരു കോട്ടവും തട്ടാതെ തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്തെടുക്കാം. അതിലൂടെ ഹ്യൂജ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനൊക്കെ അക്വയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ലീസ് അറേഞ്ച്മെൻറ്റ്സ് എപ്പോഴും ഹൈലി ഫ്ലെക്സിബിൾ ആയിരിക്കും. അത് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ലെസ്സിയുടെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് തന്നെ ഇതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് അവർക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ലീസിങ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ടു അണ്ടർടേക്ക് എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഈസിലി. ഇത്തരത്തിലൊരു മെത്തേഡ് ഉള്ളതുകൊണ്ട് മാനേജ്മെൻറ്റിന് വളരെ ഈസി ആയിട്ട് തന്നെ അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനോ ഡൈവേഴ്സിഫൈ ചെയ്യാനോ ഹെൽപ്ഫുൾ ആയിരിക്കും. ലെസർ ക്യാൻ റെഡ്യൂസ് ദ ഇൻകം ടാക്സ് ലയബിലിറ്റി ബൈ ചാർജിങ് ഡിപ്രീസിയേഷൻ എഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. ആക്ച്വൽ ഓണർ ആരാണോ അവർക്ക് ഇത്തരത്തിൽ ലീസിങ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇൻകം ടാക്സിൻ്റെ ലയബിലിറ്റീനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ് പറയുന്നത്. ഡിപ്രീസിയേഷൻ കാണിച്ചാൽ മതി. ഇവർക്കൊരു അസറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അസറ്റിന് ഡിപ്രീസിയേഷൻ ഉണ്ടാവുകയും ആ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക വഴി അവർക്ക് ഇൻകം ടാക്സ് ലയബിലിറ്റീനെ റെഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഓഫേഴ്സ് എ ബാലൻസ് ഷീറ്റ് അഡ്വാൻറ്റേജ്. ഇനി ഇതിൽ നെക്സ്റ്റ് പറയുന്നതാണ് ബാലൻസ് ഷീറ്റ് അഡ്വാൻറ്റേജ് ഓഫർ ചെയ്യുക എന്നുള്ളത്. അതുവഴി കമ്പനിയുടെ ഫിനാൻഷ്യൽ റേഷ്യോസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും.
ഇത്രയാണ് ലീസ് ഫിനാൻസിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലീസ് ഫിനാൻസിങ്. ലീസ് ഫിനാൻസിങ്ങിൻ്റെ പോരായ്മകൾ എന്ന് പറയുന്നത് ഓണർഷിപ്പ് ഓഫ് ദ അസറ്റ് റിമെയിൻസ് വിത്ത് ദ ലെസർ. എപ്പോഴും ഓണർഷിപ്പ് വരുന്നത് ആർക്ക് മാത്രമായിരിക്കും? ലെസർക്ക് മാത്രമായിരിക്കും. ആൻഡ് സെക്കൻഡ് പോയിന്റിൽ ലോങ് ടേം ലീസ് ഈസ് ജനറലി. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്ന ഓണർഷിപ്പ് എപ്പോഴും ലെസറുടെ കയ്യിലായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ലോങ് ടേം ലീസ് ജനറലി മോർ എക്സ്പെൻസീവ് ആണ്. ഒരുപാട് വർഷത്തേക്കാണ് ലീസ് കൊടുക്കുന്നെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിരിക്കും ലെസ്സിയെ സംബന്ധിച്ചോളം. കാരണം മിസ്ലേനിയസ് ആയിട്ടുള്ള എക്സ്പെൻസ് എല്ലാം അത് വഹിക്കേണ്ടതെല്ലാം ലെസ്സി ആയിരിക്കും. ലെസ്സി നെവർ ബിക്കംസ് ദ ഓണർ ഓഫ് ദ അസറ്റ്. എത്ര വർഷം അസറ്റ് യൂസ് ചെയ്താലും ലെസ്സി ഒരിക്കലും ആരായി മാറുന്നില്ല? അതിൻ്റെ ഓണറായിട്ട് മാറുന്നില്ല. എപ്പോഴും റെസിജ്വൽ വാല്യൂ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. ആ ലീസ് പീരീഡ് കഴിഞ്ഞാൽ റെസിജ്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 20 വർഷം ഒരു അസറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് വേണമെങ്കിൽ ലെസ്സിക്ക് വാങ്ങാം, അല്ലെങ്കിൽ അത് ഓണർക്ക് തിരിച്ചു കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അത് പുറമെ വിൽക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള തുക അതിനും അധികാരം ആർക്കായിരിക്കും? ലെസർക്കായിരിക്കും. If the lessee makes default in complying with the terms and conditions of the lease contract, lessor may terminate the lease and take the possession of the leased asset. ഇനി ഏതെങ്കിലും കാരണവശാൽ അവർ അഗ്രിമെൻ്റ് നടത്തിയ പ്രകാരം പേയ്മെൻറ്റ് കറക്റ്റായിട്ട് ലെസ്സിക്ക് കൊടുക്കാൻ സാധ്യമായിട്ടില്ലെങ്കിൽ അവിടെ ലെസർക്ക് ഏത് നേരത്ത് വേണമെങ്കിലും ആ കോൺട്രാക്റ്റ് നിർത്തലാക്കാനും അതുവഴി അവരുടെ അസറ്റിൻ്റെ പൊസിഷൻ തിരിച്ചു പിടിക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും. ലീസ്ഡ് അസറ്റ് ഒരിക്കലും ലെസ്സിയുടെ അസറ്റിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കാൻ സാധ്യമല്ല. ഇനി ലീസിങ് ഹെൽപ്സ് ഇൻ ഈസിങ് ദ പ്രോബ്ലം ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് എ മിത്ത്. നമ്മൾ പറഞ്ഞു ഒരു നേരെ അഡ്വാൻറ്റേജിൽ പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു, ഇങ്ങനെ ലീസിന് കിട്ടുന്ന സമയത്ത് അവർക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ അത് ആക്ച്വലി അങ്ങനെയല്ല എന്നുള്ളതാണ് പറയുന്നത്. ലീസിങ് ഡസ് നോട്ട് ഹെൽപ്പ് ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ടു ദ ലെസ്സിയെ സംബന്ധിച്ചോളം ലീസിന് ഒരു സാധനം യൂസ് ചെയ്യാൻ എടുക്കുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് യാതൊരു തരത്തിലും അഫക്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് മീറ്റ്സ് ഓൺലി ദ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ബൈയിങ് ദ അസറ്റ്. എന്ത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ? ആ ഒരു അസറ്റ് നമ്മൾ അപ്പം പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട അവസ്ഥ വരുന്നില്ല എന്നുള്ളത് മാത്രമേ അവിടെ വരുന്നുള്ളൂ. സിൻസ് ലീസിങ് ഈസ് എൻ അഡീഷണൽ മീൻസ് ഓഫ് ഫിനാൻസിങ്. ഇനി ലീസിങ്ങിനെ നമ്മൾ വേറൊരു തരത്തിൽ ഫിനാൻസ് ചെയ്യുന്നൊരു മെത്തേഡായിട്ടാണ് പറയുന്നത്. ഇറ്റ് ടെംപ്റ്റ്സ് ദ ലെസ്സി ടു ബോറോ മോർ ത്രൂ ലീസിങ്. അതുകൊണ്ട് തന്നെ ഈ പലതരത്തിലെ ലീസിങ് യൂസ് ചെയ്തിട്ട് കൂടുതൽ ലെസ്സിക്ക് ബോറോ ചെയ്യാനുള്ള ഒരു ടെംപ്റ്റേഷൻ അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇന്ന് കവർ ചെയ്തത് ഓൺലി ഇത് മാത്രമേ ഉള്ളൂ, ലീസ് ഫിനാൻസിങ് എന്നുള്ള ടോപ്പിക്ക് മാത്രമാണ്. ആ ലീസ് ഫിനാൻസിങ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, ഡിഫറൻസുകൾ, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്